ബർത്ത്ഡേക്ക് വന്ന ഞാനും മോളൂസും പിറ്റേന്ന് വൈകുന്നേരം കേട്ടോ ഞങ്ങൾ പുരയിലേക്ക് തിരിച്ചു പോരുന്നത്. അതിനു മുമ്പ് മേമൻ്റെ പുരയിലൊന്ന് പോകണം. എളാപ്പ ചക്ക വേണമെന്ന് പറഞ്ഞിന്. അപ്പോൾ ഇത് കൊടുക്കാനാണ് ഞങ്ങൾ കാര്യമായിട്ട് പോകുന്നത്. ഏതായാലും പോകുകയല്ലെങ്കിൽ പോരിയെന്നാണ് സൈനനെയും മക്കളെയും ഞാൻ കൂട്ടീന് കേട്ടോ. പോകുന്നത് വണ്ടിമേലായതുകൊണ്ട് തന്നെ കോട്ട് മുഖ്യം പികിലേ, അതുകൊണ്ട് കിട്ടിയ കോട്ടൊക്കെ പെറുക്കിട്ടിങ്ങാൻ ഞങ്ങൾ എളാപ്പൻ്റെ അടുക്ക് തിരിച്ചിട്ടോ. വൈമൽ വണ്ടി എടുത്തിങ്ങാൻ അമ്ലുവിനെ പറഞ്ഞയച്ചു. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ എളാപ്പൻ്റെ അടുക്ക്. അങ്ങനെ അമ്ലു അതൊക്കെ വാങ്ങിങ്ങാൻ വണ്ടിമേ കയറി. സ്പൈഡർമാൻ്റെ കോട്ടിട്ടിക്കുന്ന കൊച്ചുവിനെ കണ്ടോ, ആളിങ്ങനെ ഇരുന്നോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ഓൻ ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അമ്ലുവിനെ അവൻ്റെ ബേക്കിൽ ഇരുത്തിയതാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എളാപ്പൻ്റെയും മേമൻ്റെയും പുരയിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കിന് കണ്ടോ ആളുറങ്ങിയിരിക്കുക. എളാപ്പൻ്റെ അവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഓനെ എണീച്ച് ഉഷാറായിട്ടോ. പിന്നെ അവൻ്റെ ഉറക്കമൊക്കെ എയിലോ പോയി. കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ വാതിൽ തുറന്ന് മേമൻ്റെ മോന് ജയാനായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ഷോക്കായി. ജയാന് ഇതൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ സൈക്കിളിന്മേൽ ഫിറ്റ് ചെയ്ത ലൈറ്റൊക്കെ ഓൽക്ക് കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കിന് മേമ ചായയൊക്കെ എടുത്ത് വെച്ചീന് കേട്ടോ. ചായ എടുത്തിട്ടാണ് ഞങ്ങൾ പുരയെന്ന് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ട് മേമ കേട്ടില്ല. മേമ പൊരിച്ചത്തിരിയൊക്കെ ഉണ്ടാക്കി പായൊക്കെ പൊങ്ങി. പിന്നെ അപ്പോൾ വരെയുള്ള എന്തൊക്കെ ബേക്കറി ഉണ്ടോ അതൊക്കെ എടുത്ത് ഞങ്ങളെ മുന്നേ കൊണ്ടുവച്ച് ഞങ്ങളോട് അതൊക്കെ കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ആടിയിരുന്നു. നാളെ ഒരു ദിവസം ഞങ്ങൾ വന്നപ്പോഴും മേമ കൂടായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അത് തന്നെ കൂടാൻ ഇങ്ങനെ പറയുന്നുണ്ട്. സ്കൂൾ പൂട്ടിയാൽ എന്തായാലും ഞങ്ങൾ ഒരു ദിവസം കൂടാൻ വരുമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോരാൻ നോക്കുക കേട്ടോ. അതെ എവിടെയുള്ളോ കിട്ടുന്നുണ്ടോന്നാ നീ കിട്ടുന്നോ? കൊച്ചോനപ്പുറത്തെ പറയുന്ന എന്തോ ഒരു വിസിലെന്തോ കിട്ടി കിട്ടോ. വലിയ കാര്യത്തിലാവും പിടിച്ചവനിങ്ങനെ നിൽക്കാം. അവനെന്തോ നിധി കിട്ടിയ സന്തോഷം അതിനെ കിട്ടിയപ്പോൾ. മേമനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഐസ്ക്രീം പാർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സാധിച്ചിരണം എന്നുള്ള കച്ചറായിരുന്നു. പിന്നെ വണ്ടിമന്ന് അങ്ങനെ ഏതായാലും എളുപ്പമുള്ളത് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കല്ലോ, അതാകുമ്പോൾ വേഗം പണി കഴിയല്ലോ. അങ്ങനെ ഐസ്ക്രീം പീടിയെ കയറി ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു ഞങ്ങൾ ഓലോട്. കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഇഷ്ടമുള്ളതൊക്കെ ഓരോരുത്തരെ കയ്യിലാക്കിട്ടോ. അങ്ങനെ അവിടെ തന്നെ ഇരുന്നെങ്ങാൻ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ച്. ഞങ്ങളെപ്പോലെ നല്ല മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ. ഇപ്പം എൻ്റെ കോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പുരയിലെത്തിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി, അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ശരി.